ഇനി ന്യായപ്രമാണമല്ല നമ്മളെ സൂക്ഷിക്കേണ്ടത്, ഇനി നമ്മളെ സൂക്ഷിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മളെ സൂക്ഷിക്കുന്നത് അക്ഷരം കൊണ്ടല്ല, ക്രിസ്തു നമ്മളെ സൂക്ഷിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. In fact, God the Father has exchanged us from the hand of the law to the hand of Jesus Christ. And Jesus Christ is not feeding us by the letter, but he always feeds by the Spirit of God. इसी तरह से हमारा जो है बदलाव हुआ है, व्यवस्था से प्रभु के पास में हमें दिया गया है, और प्रभु यीशु मसीह पिता ने दिया हुआ है. प्रभु यीशु मसीह हमारा परवरिश करता है शब्दों से नहीं बल्कि आत्मा से. അന്ന് മുതൽ സംഭവം മെസ്സേജ് മാറി. സ്വർഗസ്ഥ പിതാവ് മോശയ്ക്കും ഏലിയാവിനും യേശുവിനും യാക്കോബും യോഹന്നാനും പത്രോസും കൂടി ഓരോ കൂടാരം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ സ്വർഗസ്ഥ പിതാവ് എന്താ പറഞ്ഞേ? പോരാ ഒരെണ്ണോടി എനിക്കും കൂടി ഉണ്ടാക്കാനാണോ പറഞ്ഞേ? സ്വർഗസ്ഥ പിതാവ് എന്താ പറഞ്ഞേ? 3 കൂടാരം ഉണ്ടാക്കാനാണോ പറഞ്ഞേ? പകരം 1 പറഞ്ഞു, ഇവൻ ക്രിസ്തു എന്റെ പ്രിയ പുത്രൻ, നിങ്ങൾ ഇവന് ചെവി കൊടുപ്പിൻ. അപ്പൊ നമ്മളിനി ആർക്കാ ചെവി കൊടുക്കണ്ടേ? ന്യായപ്രമാണത്തിനാണോ, പ്രവാചകന്മാർക്കാണോ, ക്രിസ്തുവിനാണോ? നിങ്ങൾ പറഞ്ഞോ ആർക്ക് ചെവി കൊടുക്കണം? ഈ ഒരു മേജർ ഷിഫ്റ്റിന് നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ഒരു പരാജയമായി തീരും. When Peter, John and James said that let us build a tabernacle for the 3, God the Father did not ask them to build it, but he said that Jesus Christ is my beloved and he has something to speak to you, therefore you incline your ear unto him. इसलिए जब पतरस, याकूब और यूहन्ना ने कहा कि हम 3 मंडपों को बनाएंगे, मूसा, एलिया और यीशु के लिए, तो क्या पिता परमेश्वर ने कहा नहीं एक और मेरे लिए भी बनाओ या 3 बनाओ, ऐसे कहा? नहीं. परमेश्वर पिता ने क्या कहा कि ये मेरा प्रिय पुत्र है जो कि यीशु, इसकी सुनो. तो हमें किसकी बात सुननी चाहिए, आप ही बताओ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി അക്ഷരത്തിൽ നിന്ന് നമ്മൾ ആത്മാവിലേക്ക് മാറണം. കാരണം സകല അക്ഷരങ്ങളും നമ്മൾ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ക്രിസ്തുവോ ആത്മാവാകുന്ന തന്റെ പിതാവിങ്കിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുകയാണ്. Knowing this truth, we should get exchanged from this law to the Spirit, because Jesus Christ always shows us towards the Spirit and the God the Father. इस बात को समझते हुए हमें समझना है कि जबकि व्यवस्था भविष्यवाणी ने यीशु मसीह की ओर उंगली किया, यीशु मसीह उंगली करता है पिता के ओर जो कि आत्मा है. ഇതാണ് ഇവിടെ 2 സ്ത്രീകൾ, ഒന്ന് ഇതാ ആയ, മറ്റത് അമ്മ. ആയ കുഞ്ഞിനെ ഇതാ അമ്മയുടെ അടുക്കിലേക്ക് കൊടുത്തു. ന്യായപ്രമാണം നമ്മളെ ഇതുവരെ സൂക്ഷിച്ച്, ബേബി സിറ്റിംഗ് ഇതുവരെ സൂക്ഷിച്ച് നമ്മളെ ഇതാ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് പോകേണ്ടത്, ആയയുടെ പിന്നാലെയല്ല, ന്യായപ്രമാണത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. ഈ ഒരു ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ കാണണം. ന്യായപ്രമാണം അക്ഷരമാണ്, ക്രിസ്തു ആത്മാവാണ്. You can see a shift in the picture where the babysitter exchanges the child to the hand of the mother, and here the babysitter is the law, and law preserved us and law exchanged us to the hand of Jesus Christ, and now we are in the hand of Jesus Christ. इसलिए जिस तरह हमने चित्र में देखा था, बच्चा आया के हाथ से माँ के हाथ में गया है, तो उस बच्चे को आगे भी माँ के पीछे जाना है, आया के पीछे नहीं जाना है. इसी प्रकार हम मसीह के पास आ गए हैं, व्यवस्था के पास से, इसलिए मसीह के पीछे हमें चलना है. ഈ 3 ടൈപ്പ് വണ്ടികളുള്ളതുപോലെ ഇന്ന് ലോകത്തിൽ 3 ടൈപ്പ് മനുഷ്യരാണ്. ഒന്ന് പഴയ മനുഷ്യൻ, അവൻ IC എഞ്ചിൻ കൊണ്ട് ഓടുന്ന വണ്ടി പോലെയാണ്, ഡീസൽ പെട്രോൾ. പിന്നെ ഒന്ന് വീണ്ടും ജനിച്ചവൻ, അവൻ ഹൈബ്രിഡ് വണ്ടി പോലെയാണ്. അവന്റെ ഉള്ളിൽ പഴയവനും ഉണ്ട്, പുതിയവനും ഉണ്ട്. പിന്നെ ഒന്ന് സാക്ഷാൽ യേശുവിന്റെ തലമുറക്കാരായി പഴയവനെ പെട്രോൾ IC എഞ്ചിനെ തള്ളി പുതിയ EVയിൽ ഓടുന്ന, ഉയരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന, സോളാർ പവർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്ത് ഭൂമിയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉയരത്തിൽ നിന്ന് ഭൂമിയിൽ ഓടുന്ന വേറൊരെനം ആത്മാവാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. ഇതിലേതാ കുഞ്ഞ്? നീയെ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ നീ ഇന്നും ഹൈബ്രിഡായി ഓടി 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 നീ ഇവിടെ എന്നാൽ നീ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? നീ നിത്യം ജീവിക്കും. As you can see, 3 kinds of cars on the road. There are 3 kinds of people we can see in this world. One is the old man, just like the combustion engine. Another is a born again child of Jesus Christ who has got
both the combustion engine as well as the electricity engine, the hybrid engine. But you can also see a child that always receives power from above but does not seek anything from below, which is always just like the car that receives solar energy from above and does not have anything to do with the earth. आइए इस हफ्ते में हम इस उदाहरण के बारे में सोचेंगे। जिस तरह से हमने 3 गाड़ियों के बारे में सुना जो आज रोड पर चलती है, इसी प्रकार आत्मिक क्षेत्र में भी 3 प्रकार के लोग हैं। एक हैं जो अक्षर के अनुसार पुराने मनुष्यत्व में जीते हैं, दूसरे हैं जो हाइब्रिड है जिसके अंदर पुरानी मनुष्यत्व भी है और नई मनुष्यत्व भी है, और तीसरी है जो ऊपर से आत्मा के सामर्थ्य से वो इस संसार में चलते हैं। जिस प्रकार ईवी गाड़ी सोलर पावर से वो चलती है, इस धरती की कोई भी ईंधन से नहीं चलती, इसी प्रकार हमें भी होना है। यदि हम हाइब्रिड होकर जीना चाहेंगे तो हमारा अंत इस दुनिया में होगा। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും അറിയിക്കുകയാണ്. Grace and peace from God our Father and the Lord Jesus Christ be unto all of you. परमेश्वर पिता और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को जो इस हॉल में उपस्थित है और जो हमें देख और सुन रहे हैं व्यक्त करना चाहते हैं। ഭൂമി എന്ന പരീക്ഷാ ഹാളിൽ ദൈവത്തിൻ്റെ കോഴ്സിലെ ആ പരീക്ഷയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. We are under test and we are in this world which is an examination hall. हम इस जिंदगी में एक एग्जाम के हॉल में है, परीक्षा के हॉल में है, जो कि हमारी जो धरती है। ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചാണ്, എങ്ങനെ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. We were trying to know about the construction of the church and how the child of God is revealed. हम परमेश्वर के मंदिर निवास स्थान को के बनाने के विषय में और परमेश्वर के संतान वो कैसे प्रकट होंगे इसके बारे में हम सुन रहे थे। ഇവിടെ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, ദൈവിക പരിജ്ഞാനത്തിൽ നമ്മുടെ ജീവിതം പണിതെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നാം പരാജിതരായിത്തീരും. We can be victorious in this world only if we build our life according to the divine wisdom. Otherwise, we all will fail. परमेश्वर के ज्ञान के मुताबिक हम अपनी जिंदगी को बनाएंगे, तभी हम सफल हो जाएंगे, नहीं तो हम हारेंगे। നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഓർത്തുകൊള്ളണം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. We should remember always a word that was spoken by Jesus Christ while we are in this world, that when you know the truth shall set you free. इस दुनिया की ज़िंदगी में हमें यीशु मसीह ने कहे हुए इन शब्दों को हमेशा याद रखना है कि तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा. അപ്പോൾ നമ്മൾ അറിയാത്ത എന്തോ നമ്മളെക്കുറിച്ച് യേശുക്രിസ്തു അറിയുന്നുണ്ട്. നമ്മളുടെ ചിന്തയിൽ നമ്മൾ സ്വതന്ത്രരാണ്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ചിന്തയിൽ നാം സത്യം അറിഞ്ഞ് സ്വതന്ത്രരാകണം. Though we think that we are free in our thought, we are yet to be free in the thought of Jesus Christ. तो हमें जो नहीं मालूम ऐसे कुछ बात है जो यीशु मसीह को मालूम है. यीशु मसीह कहता है कि हमें आज़ाद होना है सत्य को जानते हुए. പ്രാരംഭം മുതൽ മനസ്സിലാക്കേണ്ടതാണ്, എങ്കിലും പ്രാരംഭം മുതൽ പറയുവാനുള്ള ടൈം നമ്മുടെ കൊണ്ട് കഴിഞ്ഞ സന്ദേശവും അതിൻ്റെ മുമ്പിലത്തെ സന്ദേശവും നാം ചിന്തിക്കുവാനായിട്ട് ഇടയായത് ആത്മാവിൻ്റെ ചിന്ത നാം അറിയാത്തതും അത് നമ്മിലൂടെ വെളിപ്പെടുത്താത്തത് കൊണ്ടും നാം പരാജയപ്പെടുന്നു, തോറ്റുപോകുന്നു. We fail in our life
as we are unaware of the thought of the Spirit, which I have to say in the beginning and always. पिछले हफ्ते में और उससे पहले वाले हफ्ते में जो हमने विचार किया था वो विषय कि आत्मा के विचारों को हम नहीं जानते हैं और वे हम में प्रकट न होने के कारण हम असफल होते हैं। ये बात शुरुआत से ही बतानी चाहिए। അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യം ഒന്ന് ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണം ദൈവം എപ്പോഴും പല പല എക്സാമ്പിളുകൾ ഒക്കെ പഴയ ഉടമ്പടി കാലത്തുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ നിഴലുകളാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ്. The examples that we see in the lives of people in the Old Testament are the shadow of the reality. पुराने वाचा के अधीन में जितने भी परमेश्वर के संत हैं उनके जीवन में परमेश्वर ने उदाहरण जो दिया है वो सच्चाई या असलियत की परछाई है। ദൈവരാജ്യ സുവിശേഷം അറിയിച്ച യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ പുതിയ വീഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ പഴയ തോൽക്കുടത്തിൽ വച്ചാൽ തോൽക്കുടം പൊട്ടിപ്പോകും, വീഞ്ഞ് ഒഴുകിപ്പോകും എന്നത് ഒരു ഉപമ പറഞ്ഞതാണ് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാൻ. Jesus Christ, who spoke the gospel of the kingdom, he spoke to us that if you keep your new wine in the old wine skin, the old wine skin will be burst out and your new wine will be poured forth. And this is an analogy that Jesus Christ spoke to us. पर यीशु मसीह ने हमसे जिन्हें उसने नया वाचा दिया है, उसने कहा कि यदि तुम्हारे नए दाखरस को पुराने मशकों में डालोगे तो वो पुराना मशका टूट जाएगा, फट जाएगा और वो दाखरस वो बह जाएगा। तो ये एक दृष्टांत है हमें समझने के लिए। യേശുക്രിസ്തു പറഞ്ഞു, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂട്ടത്തിലാണ് വെക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ അത് സൂക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയാണ്. Jesus Christ said that if you preserve your new wine in the new wine skin, you can really preserve the new wine. और फिर यीशु मसीह ने कहा, नए दाखरस को नए मशकों में संभाल कर बटोर कर रखना है, तब वो दोनों भी रहेगा। എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയ സഭകളുടെ വമ്പൻ പരാജയം ഇതാണ്. യേശുക്രിസ്തു പറഞ്ഞ ഈ കാര്യം അവർക്ക് മനസ്സിലായില്ല. യേശുക്രിസ്തു തരുന്ന പുതിയ വീഞ്ഞ് നമ്മൾ നമ്മുടെ പഴയ തോൽക്കടത്തിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് പ്രയോജനമില്ലാതെയായിത്തീരുന്നു. The new wine that Jesus Christ always gives us, we often keep it in the old wine skin. Hence, whatever be given to us by Jesus Christ is in vain in our life. लेकिन कई बार हमने प्रभु ने दिए हुए उस नए दाखरस को पुराने मशके में रख रहे, इस कारण से हमें उसका लाभ नहीं हो रहा है। ഒരു ചേഞ്ച് ഓവർ നടന്നു. ആ ചേഞ്ച് ഓവർ നടന്നത് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ പഴയത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പുതിയതിൻ്റെ ഒരു ഗുണവും നമുക്കുണ്ടാവുകയുമില്ല. If you don't know that a changeover has happened in our life, there will never be a change in our life. एक बदलाव हुआ है, लेकिन यदि हमें उसके बारे में नहीं मालूम तो उसका कुछ फायदा हमें नहीं होगा। നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെ കൈമാറുന്നു. ഇതേപോലെ, അതായത് ഒരു അമ്മയുടെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ ഒരായിയുടെ അടുക്കൽ നിന്ന് അമ്മ കുഞ്ഞിനെ മേടിക്കുകയാണ്, ഡേ കെയറിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. ഇതേപോലെ ഒരു ചേഞ്ച് ഓവർ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞു വേണം നമ്മളെ ട്രീറ്റ് ചെയ്യാൻ. On the picture,
the picture on the screen reveals that two women are exchanging a child. Likewise, there has happened a changeover or an exchange the moment we received Jesus Christ in our life, and we should be well aware of that exchange in our life. यहाँ पर स्क्रीन में हम देख सकते हैं, चित्र में यहाँ पर एक आई है, उसके हाथ से बच्चे को माँ ले रही है, स्वीकार कर रही है। इसी तरह से हमारी ज़िंदगी में जब हमने प्रभु यीशु मसीह को स्वीकार किया तो इस प्रकार का एक बदलाव हुआ है, ये हमें मालूम होना चाहिए। ഇവിടെ തിരിച്ചറിയണം, ഇതാ അമ്മ വന്നു കുഞ്ഞിനെയും കൊണ്ട് പോയി. ഇനി ആയയുടെ കയ്യിൽ കുഞ്ഞിന് കൊടുക്കാനുള്ള ഭക്ഷണം ഏൽപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം അമ്മ വന്ന് കുഞ്ഞിനെയും കൊണ്ട് പോയി. ഇനി അപ്പൻ കുഞ്ഞിന് കൊടുക്കാനുള്ളതൊക്കെ ഏൽപ്പിക്കുന്നത് അമ്മയുടെ കയ്യിലായിരിക്കും എന്ന ബോധം ആർക്കുണ്ടാകണം? എന്ന ബോധം ഇതാ അമ്മയ്ക്കുണ്ട്. പക്ഷെ കുഞ്ഞിന് ആ ബോധം ഇല്ല. കുഞ്ഞിൻ്റെ ചിന്ത ഞാൻ ഇപ്പോഴും ആയയുടെ അടുക്കലാണ് ഇരിക്കുന്ന മനോഭാവത്തിലിരുന്നാൽ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നൊന്നും സ്വീകരിക്കത്തില്ല, ആയയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള മനോഭാവത്തിലിരിക്കുകയോ ആയയ്ക്ക് കുഞ്ഞിനൊന്നും കൊടുക്കാൻ, പുതിയതായ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലായി തീരുകയും ചെയ്യും. The truth that the child has been handed over to the mother by the servant is well known to the mother, but is not known to the child. And mother well knows that father always provides for the child directly to the mother. But if the child is unaware of that, the child will seek food from the servant, and child will never get anything from the servant. अब जब बच्चा आया के हाथ से माँ के हाथ में पहुँचा है तो उसके आगे के उसके पोषण के लिए जो चीज़ें चाहिए वो आया से नहीं बल्कि उसकी माँ से उसे मिलेगी। ये बात तो उसके पिता जो है, सामान जो है उसके माँ के हाथ में देंगे, आया के हाथ में नहीं। लेकिन यदि बच्चे को इस बात समझ नहीं आता, वो सोचता है मैं आया के हाथ से ही स्वीकार करूँगा, तो माँ के हाथ से उसे पोषण नहीं मिल सकेगा। ഇവിടെ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൈമാറി. ഇനി ന്യായപ്രമാണമല്ല നമ്മളെ സൂക്ഷിക്കേണ്ടത്, ഇനി നമ്മളെ സൂക്ഷിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മളെ സൂക്ഷിക്കുന്നത് അക്ഷരം കൊണ്ടല്ല, ക്രിസ്തു നമ്മളെ സൂക്ഷിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. In fact, God the Father has exchanged us from the hand of the law to the hand of Jesus Christ. And Jesus Christ is not feeding us by the letter, but he always feeds by the Spirit of God. इसी तरह से हमारा जो है बदलाव हुआ है, व्यवस्था से प्रभु के पास में हमें दिया गया है और प्रभु यीशु मसीह पिता ने दिया हुआ है। प्रभु यीशु मसीह हमारा परवरिश करता है शब्दों से नहीं बल्कि आत्मा से। ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അക്ഷരത്തെ ഉപയോഗിക്കത്തില്ല എന്നല്ല, അക്ഷരം നമ്മളെ ആത്മാവിലേക്ക് എത്താൻ സഹായിക്കും. ആത്മാവിലാണ് നമ്മുടെ വളർച്ച, അക്ഷരത്തിലല്ല. I didn't mean that we should not use letter at all, but letter always guides us to the Spirit, and it is the Spirit that gives us life. इसका अर्थ ये नहीं है कि वचन के शब्दों का इस्तेमाल नहीं किया जाता है या जाना चाहिए, बल्कि हमारी बढ़ोतरी होती है आत्मा के द्वारा, शब्दों के द्वारा नहीं। ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സകല, നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാം, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും അവർ ക്രിസ്തു വരെ പ്രവചിച്ചു, യോഹന്നാൻ വരെ പ്രവചിച്ചു. കാരണം അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷകൻ വരുന്നുണ്ട്, അതുവരെ നിങ്ങളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. All the laws and prophets were until the time of John the Baptist, and all the laws and prophets were preserving us, and they were indicating us towards Jesus Christ. इसलिए ही लिखा गया है कि सारी व्यवस्था और भविष्यवाणियों ने प्रभु यीशु मसीह के ओर इशारा किया। जब तक यूहन्ना भविष्यद्वक्ता न आया तो वे यीशु मसीह के आने तक उन्होंने हमारी परवरिश की, देखभाल की.
ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:24 ഞാൻ ചിന്തിക്കുന്നു, ശബ്ദമുയർത്തി വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാ, അതുകൊണ്ട് ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭാവിച്ചു. ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിലേക്ക് നമ്മളെ എത്തിപ്പാൻ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന ഡേ കെയർ എന്നതുപോലെ ശിശുപാലകനായി ഭവിച്ചു. എടുത്തേക്കൊന്ന് വായിച്ച്. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. Galatians chapter 3 verse 24 says, so that the law served to us or Jews as our trainer, our guardian, our guide to Christ, to lead us until Christ came. गलातियों 3:24 में लिखा है, इसलिए व्यवस्था मसीह तक पहुंचाने के लिए हमारी शिक्षक हुई कि हम विश्वास से धर्मी ठहरे. ഹല്ലേലൂയ. എൻ്റെ മക്കൾ, ഈ ചേഞ്ച് ഓവർ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ അഗ്നിജീവിതത്തിൽ വളരത്തില്ല. നിങ്ങൾക്ക് തത്വജ്ഞാനിയായ ഒരു ഉപദേശകനായിരിക്കാം എന്നേ ഉള്ളൂ, ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. ആത്മീയ വളർച്ച ഉണ്ടാകുന്ന അക്ഷരത്തിൽ നിന്നല്ല, ആത്മീക വളർച്ച ഉണ്ടാകുന്നത് ആത്മാവിൽ നിന്നാണ്. My dear brethren, if you are unaware of this truth, you will never have a spiritual development, and your spiritual development always happens from the Spirit. इसलिए भाइयों, ये सच्चाई जो है हमें जानना ज़रूरी है. ये जाने बिना हम शायद शब्दों से ही बताते रहेंगे, लेकिन उससे आत्मिक बढ़ोतरी नहीं होगी. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നല്ലൊരു പങ്ക് ജനവും ബൈബിള് വായിച്ച് അക്ഷരജ്ഞാനം ധാരാളമുണ്ട്, തല വലുതാണ്, പക്ഷെ ആത്മാവിൽ വളരുന്നില്ല. കാരണം ആത്മാവിലെ വളർച്ച അത് ഉയരത്തിൽ നിന്നാണ്, കീഴെ നിന്നല്ല. Many of our brethren, they keep on reading the Bible and they have fed their head with a vast knowledge about the Word of God, but they don't have any spiritual growth, and the spiritual growth always takes place from above, it is not from below. इसलिए ही कई भाइयों की स्थिति ये है कि उन्होंने वचन को बहुत सारा पढ़ा है और अपने दिमाग को उस वचन से भरा है और विकसित किया है, लेकिन उन्हें आत्मिक बढ़ोतरी नहीं होता, क्योंकि आत्मिक बढ़ोतरी वचन के पढ़ने से नहीं होता, आत्मा के द्वारा होता है. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവിനെ സ്തുതിച്ചപ്പോ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അപ്പാ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അതിന്റെ കാരണം അങ്ങ് ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും. അവരെങ്ങനെ ജ്ഞാനിയായേ, അവരെങ്ങനെ വിവേകിയായ? ജനിച്ചപ്പോഴായതാണോ, പുസ്തകം പഠിച്ചാണോ? പുസ്തകം പഠിച്ച ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചിട്ട് അങ്ങനെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. This is why once Jesus Christ, while praising God the Father, he said, Abba Father, I praise thee because you have concealed all this truth away from the wise and the knowledge, the learned of this world. इसलिए ही प्रभु यीशु मसीह ने एक बार ऐसे कहा, हे पिता, मैं तेरा धन्यवाद देता हूँ कि तूने इस बात को ज्ञानियों और बुद्धिमानों से छिपा कर बच्चों को प्रकट किया है. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ദൈവസന്നിധിയിൽ താഴുക. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാല. ഞാനൊരു ശ്വാസം വലിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് കരുണ ചെയ്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഏതുമില്ല, ഒന്നുമില്ല. ഒരിക്കലും അഹങ്കരിക്കരുത്, എല്ലാം ദൈവത്തിൻ ദാനമാണ്. Therefore, let us all humble ourselves in the presence of God, because if we have everything, it is all by the grace of God, and we should never feel pride of anything that we have received from God, because all that we have received are gifts from God. इसलिए हमें किसी बात में कभी भी घमंड नहीं करना है. अगर हम जीते हैं, अगर हम श्वास लेते हैं और बाहर छोड़ते हैं, तो वो परमेश्वर की दया से है. हमें किसी बात पर घमंड करने हैं नहीं. ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിൽ പല പല പരിശീലനങ്ങളുണ്ട്. തന്ന് ദൈവം പരിശീലിപ്പിക്കും, നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ളത് എടുത്തു മാറ്റിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഏത് സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നമ്മളെ കയ്യിൽ എടുക്കും. In the journey of this spiritual life, there are many tests that we have to undergo by the will of God. Sometimes He takes away that we have possessed,
And likewise, there are many ways through which God trains us, but we should always trust and depend on God. हमारी आत्मिक जिंदगी की सवारी में कई प्रकार से परमेश्वर हमारा परीक्षा कर सकता है। कभी हमें बातें देकर, चीजें देकर परीक्षा करता है, कभी हमारे पास से चीजों को लेकर हमारी परीक्षा करता है। किसी भी अवस्था में हमें परमेश्वर के हाथों में रहना है, वो हमें ले लेगा। ഞാൻ എൻ്റെ ജീവിതത്തെ തിരിച്ചറിയുന്ന പലപ്പോഴും പല പ്രയാസങ്ങളും വരുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇതാ പട്ടിക ചരിഞ്ഞ് ഓടിട്ട് ദ്രവിച്ച മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അനേക നാൾ അത് വീടൊന്ന് പുതുക്കി പണിയാൻ എൻ്റെ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചു, കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന നാളുകളിൽ അവിടെ പോയിരുന്ന് ഒന്ന് മനസ്സ് ചിന്തിപ്പാൻ ദൈവം എന്നെ എൻ്റെ ജീവിതത്തിൽ സഹായിക്കാറുണ്ട്. അത് ഓർക്കുമ്പോൾ ഇതാ എത്രത്തോളം ദൈവം എന്നെ മാനിച്ചു, എന്നെ ഗൈഡ് ചെയ്തു എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. I was born in a house that was in a dilapidated stage. It used to drain and drips. Now sometimes I find time to go and to be in that house and thank God, because now I understand where God has lifted us to be. मेरा जन्म और मैं जब बड़ा हुआ, वो घर उसमें उसकी छत, उसमें से पानी की बूंदें गिरते थे, उस अवस्था में थी। कई बार मेरे माता पिता ने चाहा कि उसे सुधारे, लेकिन हमसे नहीं हो पाता था। लेकिन उस समय उस जगह में परमेश्वर ने मुझे इतना आशीष किया है और ऊंचा किया है, मैं ये सोचकर परमेश्वर का धन्यवाद देता हूँ। और उस छोटे पुराने घर में भी जाकर बैठकर मैं याद करके धन्यवाद देता हूँ। തുടർന്ന് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളിലൂടെ സ്വർഗത്തിൽ ദൈവം എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ എനിക്ക് ഓടിക്കാൻ പല വാഹനങ്ങൾ ദൈവം തന്നു. പക്ഷേ ദൈവം വീണ്ടും എന്നെ ടെസ്റ്റ് ചെയ്തു. ഒരു വാഹനം പോലും ഓടിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറി. അപ്പോഴും ദൈവം എന്നെ പരീക്ഷിക്കുകയായിരുന്നു. Later on, God sent me to the land of Gulf, where God gave me a lot of vehicles, and I enjoyed that life there. But later on, there was also a time that was allowed by God where I didn't have any vehicles, through which God was testing me. फिर परमेश्वर ने मुझे गल्फ के देश में भेजा। वहाँ पर प्रभु ने आशीष करके अनेक गाड़ियाँ दी चलाने के लिए, लेकिन ऐसा भी हुआ कि मेरे पास कोई भी गाड़ी नहीं रहा चलाने के लिए। तो ये भी परमेश्वर ने एक परीक्षा दी है मेरे जीवन में। അന്ന് എൻ്റെ മകൻ കുഞ്ഞാണ്. എൻ്റെ മകനെ എൻ്റെ വൈഫ് വണ്ടിയിലായിരുന്നു ഡേ കെയറിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ കാണുകയുണ്ടായി, എൻ്റെ വൈഫ് തെരുവിലൂടെ നടക്കുകയാണ് മകനെയും പിടിച്ചുകൊണ്ട്. കാരണം ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനമില്ല. അന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചാച്ചാ നമുക്കൊരു റെൻ്റ് കാർ എടുക്കാം. When I was in the land of Gulf, my son was a child, and my wife used to take him to school by car. But there was a time we lost all the vehicles, and my wife told me to rent a car. और मेरा बेटा तभी छोटा था। मेरी पत्नी उसे स्कूल में कार में लेकर जाकर छोड़ती थी, लेकिन जब हमारे पास गाड़ी नहीं रही तो वो मेरी पत्नी सड़क के किनारे से बेटे को लेकर चलती गई। और उन्होंने मुझसे कहा एक बार कि चलो हम एक रेंट पर कार लेते हैं. ജീവിതത്തിന് താഴ്ചകളും ഉണ്ടാകാം, ഉയർച്ചകളും ഉണ്ടാകാം. ഈ സമയത്തെല്ലാം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക വേണ്ടത്. There'll be ups and downs in our life. In all the ups and downs in our life, we have to trust our God. जिंदगी में ऊंचाई नीचाई दोनों अवस्था होगी. दोनों भी अवस्था में हमें परमेश्वर में भरोसा करना है. മറ്റൊരു സമയത്ത് ധനപരമായ കാര്യത്തിലല്ല, എൻ്റെ വീട്ടുകാര് എനിക്കുള്ളവരൊക്കെ എനിക്ക് എഗനസ്റ്റായി. ഈവൻ എപ്പോഴും എന്നോട് ചേർന്ന് നിന്ന എൻ്റെ മാതാവ് പോലും എനിക്ക് എഗനസ്റ്റായിട്ട് മാറി. ഞാൻ ഒറ്റയ്ക്ക് രാത്രികളുടെ യാമങ്ങളിൽ പായിൽ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. യേശുവേ നിൻ സന്നിധാനെ നിന്നു ഞാൻ കരയുന്നേ, എന്നു തീരും സഹനയാത്ര എന്നരൂമ കാന്തനേ. Later on, my test was not financially. It was from my own people, and all my relatives turned against me, including my mother, where I was in a sad situation,
and I used to kneel down in the presence of the Lord, and I started crying to the Lord. फिर बाद में मेरी ज़िंदगी में आर्थिक परीक्षा नहीं बल्कि दूसरी तरीके की परीक्षा, जो कि सब लोग मुझे छोड़े या मेरे विरोध में हो गए। हमेशा मेरे साथ में संग में रुकने वाली मेरी माता भी मेरे विरोध में हो गई। तब उस समय में मैं रात के पहरों में मैं अपने नीचे चटाई बिछाकर प्रभु के सामने आंसू बहाकर प्रभु से प्रार्थना करता था। അന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാടി, അകമ്പൊട്ടി ഹൃദയം നൊന്ത് നിലവിളിക്കും നേരം കണ്ണുനീരിൻ പ്രാർത്ഥന നീ നിരസിക്കരുതേ നാഥാ. യേശുവേ നിൻ സന്നിധാനെ നിന്നു ഞാൻ കരയുന്നേ, എന്നു തീരും സഹനയാത്ര എന്നരൂമകാന്തനേ. ആ സമയത്ത് ഒരു ടെലിഫോൺ കോൾ എനിക്ക് വന്നു, ബോംബെയിൽ നിന്നൊരു ദേവദാസന്. ആ കാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് ഫോൺ വിളിക്കുവാൻ വലിയ എക്സ്പെൻസാണ്. പക്ഷെ ഞാൻ കാണാത്ത, ഞാൻ കേൾക്കാത്ത ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗൾഫിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഷാജി നിൻ്റെ രാത്രികൾക്ക് നീളം കൂടുന്നത് ഞാൻ കാണുന്നു. ദൈവം എന്നോട് അരുളപ്പാട് പറഞ്ഞത് പറയാൻ വിളിച്ചതാ, ഷാജി നിൻ്റെ രാത്രികൾക്ക് നീളം കൂടുന്നത് ഞാൻ കാണുന്നു. എൻ്റെ മകനെ, നിന്നോട് കൂടെ ഞാനുണ്ട്. ഞാൻ അറിയാതെയല്ല നിൻ്റെ ഈ യാത്ര. ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകും, ഞാൻ കൂടെയുണ്ട്. ഇത് പറഞ്ഞു ടെലിഫോൺ കട്ട് ചെയ്തു. എൻ്റെ ജീവിതം വീണ്ടും ബലപ്പെട്ടു, ശക്തിപ്പെട്ടു. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. In the times of suffering and tribulations in my life, I was crying to the Lord, and once I got a call from a servant of God from Mumbai, and he told me that I spend a lot of time at night time in the presence of God, and he promised that he will be with me always. तो उस समय में पासवान ने भी जो मलयालम में गीत गाया, वो उन्होंने गीत गाया था। और परमेश्वर ने उस समय में बॉम्बे से एक प्रभु के दास को, उन्होंने शाजी पास्टर को गल्फ़ में कॉल किया। उस समय में बॉम्बे से गल्फ़ में कॉल करना बड़ा एक्सपेंसिव रहता, कीमती रहता था। उन्होंने फ़ोन करके बताया, मेरे बेटे तेरे रातें लंबी जो हो रही है मैं देख रहा हूँ, लेकिन तेरी जो परेशानी है वो मेरे जानकारी के बिना नहीं है। मैं तेरे साथ में हूँ, तू ही आपके साथ आगे बढ़ना। उस समय मुझे बल मिला। ദൈവം നിങ്ങളോട് ആരോടോ സംസാരിക്കുകയാണ്, നിങ്ങളും കരയുകയാണ്. ഹല്ലേലൂയ. വേറെ ചിലരോട് ദൈവം സംസാരിക്കുക, നിങ്ങൾ കരയുകയല്ല, നിങ്ങൾ പിറുപിറുക്കുകയാണ്. പിറുപിറുത്താൽ ഇസ്രായേൽ മക്കളുടെ അനുഭവമാണ്, ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എന്നാൽ നീ ക്രിസ്തുവെ പോലെ ആ ക്രൂശിന്റെ സമയത്ത് അപ്പന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് രക്തം വിയർക്കുന്ന അവസ്ഥയുണ്ടായാലും അപ്പനെ ആശ്രയിക്കുന്നുവെങ്കിൽ നീ മരിച്ചാലും നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് നിന്റെ അപ്പനെന്ന് തിരിച്ചറിയുക. Now God is speaking to both who cry in the presence of God and who also murmur in the presence of God. Let me tell you, if you murmur in the presence of God, just like the Israelites, you will be abandoned by God. But if you still cry, even in the times that you may sweat blood as Jesus Christ did, God the Father will lift you up. परमेश्वर किसी से बातें कर रहा है, कोई रोता है और कोई है जो कुड़कुड़ाते हैं। कुड़कुड़ाने वाले से परमेश्वर कहता है कि यदि तुम कुड़कुड़ाओगे तुम्हारी अवस्था उन इस्राएली प्रजा के समान होगी, बल्कि यीशु मसीह के समान जिसने क्रूस पर लहू बहते हुए भी अपने पिता पर भरोसा किया, वैसे करोगे तो तुम्हारा पिता तुम्हारे साथ में रहेगा। अगर तुम्हारी मृत्यु हो जाए फिर भी वो तुम्हें जिलाएगा। യേശുവിനുണ്ടായ അതേ ആശ്രയം നമുക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഇതേ ആശ്രയം നമുക്കും ദൈവത്തിൽ ഉണ്ടാകണം. The same way Jesus Christ trusted in God the Father, like myself and all the children that God has given to me, I will trust in you, God, Jesus Christ said. Likewise, we should also trust in God in all the times of our life. यीशु मसीह को पिता के प्रति जिस प्रकार भरोसा था, उसी प्रकार हमें भरोसा होना है अपने पिता के लिए। पिता में यीशु मसीह ने कहा, देखो मैं और प्रभु ने मुझे दिए हुए बच्चे। ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ, ഇതാ ന്യായപ്രമാണം നിങ്ങൾക്ക് ഇവിടെ കാണാം. മോശ, പ്രൊഫറ്റ്
ഏലിയ. ഇതാ ഇവര് രണ്ടുപേരും, അല്ലെങ്കിൽ പ്രോഫറ്റിനെ റെപ്രസെന്റ് ഏലിയ, ഇവർ രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിനെയാണ്, രക്ഷകനെയാണ്. You can see from the picture that both Moses and who represents law and Elijah who represents prophets shows us towards Jesus Christ. यहाँ पर स्क्रीन में चित्र पर व्यवस्था को दर्शाने वाला मूसा और भविष्यद्वक्ताओं को दर्शाने वाला एलिया दोनों भी उंगली इशारा कर रहे हैं प्रभु यीशु के ओर. ശ്രദ്ധിക്കുക, 3 പേർക്ക് സന്ദേശമുണ്ട്. 3 പേരുടെ സന്ദേശം. ന്യായപ്രമാണം ഈ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ്, പാപം ചെയ്യാതിരിപ്പാൻ കൊടുത്തതാണ്. പ്രവാചകന്മാർ, രക്ഷകനായ യേശു ക്രിസ്തു നിങ്ങളെ പാപത്തിൽ നിന്ന് മറന്ന് രക്ഷിക്കാൻ വരുന്നു എന്ന് ഈ ജനത്തിന് ആശ്വാസത്തിന് വേണ്ടി കൊടുത്തതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സന്ദേശം ന്യായപ്രമാണവും അല്ല, യേശു വരുന്നു എന്ന സന്ദേശവുമല്ല. യേശുക്രിസ്തുവിന്റെ സന്ദേശം ദൈവരാജ്യമാണ്. The 3 people in the picture have 3 different messages. Law was given to us to preserve us from sin. The prophets were given, that prophets give comfort to us that here comes a savior to save you. And Jesus Christ, he came not to say about himself, but he came to say that we have a father. तीनों भी लोग संदेश बताते हैं. मूसा या व्यवस्था का इसलिए दिया गया कि लोगों को किस प्रकार हम पाप से बचे रह सकते हैं, और भविष्यद्वक्ताओं ने ये बताया कि तुम्हें बचाने के लिए एक उद्धारक आता है. और यीशु मसीह ये दोनों की भी बात नहीं कहता है, वो कहता है परमेश्वर के राज्य की सुसमाचार. ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേ. ന്യായപ്രമാണത്തിന് യേശു വരുന്നത് വരെ നമ്മളെ കാക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യേശു വരെ, അതായത് സ്നാപക യോഹന്നാൻ വരെ പ്രവചിച്ചു. പ്രവചനങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് യേശു വരുന്നു എന്ന സന്ദേശം അറിയിക്കാനുണ്ടായിരുന്നു. എന്നാൽ യേശുവിന് ഇത് രണ്ടുമല്ല അറിയിക്കാനുണ്ടായിരുന്നത്. യേശുവിന് തൻ്റെ പിതാവിനെ കുറിച്ച് പറയാനാണ് ഉണ്ടായത്. Law was given to us that we may be preserved until the time of Jesus Christ from our sin, and prophets were given to us to give us the hope that we have a savior. But Jesus Christ came and said to us about a father that we have. देखिए, व्यवस्था ने हमारी रखवाली के लिए दी गई थी जब तक कि हमारे पास उद्धारक आए, और भविष्यद्वक्ताओं ने हमें सांत्वना दिलाया, आशा दिलाया कि तुम्हारा उद्धारक आता है. और जब यीशु मसीह उद्धारक आया तो उसने ये दोनों की बातें नहीं कही, बल्कि उसने पिता परमेश्वर के बारे में बताया. ഈ മേജർ ഷിഫ്റ്റിന് മക്കളെ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം മരവിച്ചിരിക്കും, അത് അവസാനം പരാജയമായിരിക്കും. If you are not willing and ready for this exchange, your spiritual life will be frozen, and that will be a failure of your life. ये बदलाव के लिए, ये आत्मिक बदलाव के लिए यदि हम तैयार नहीं हैं बच्चों, तो हमारी आत्मिक जीवन में हार होगी. ഇതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ലൂക്കോസ് 16:16 പറയുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെയുള്ളൂ. അന്നു മുതൽ ദൈവരാജ്യം, യേശു ക്രിസ്തു ഇതാ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. This is why the Gospel of Luke chapter 16 verse 16 says that the law and the prophets were until the time of John the Baptist. Until then, the gospel of the kingdom has been started preaching by Jesus Christ. इसलिए ही लूका 16:16 में लिखा है कि व्यवस्था और भविष्यवाणी दोनों प्रभु यीशु मसीह के समय या यूहन्ना बपतिस्मा देने वाले के समय तक रहे हैं. उस समय से लेकर परमेश्वर के राज्य का सुसमाचार घोषणा किया जाता है. ഹലോ, അന്ന് മുതൽ സംഭവം, മെസ്സേജ് മാറി. സ്വർഗസ്ഥ പിതാവ് മോശയ്ക്കും ഏലിയാവിനും യേശുവിനും യാക്കോബും യോഹന്നാനും പത്രോസും കൂടി ഓരോ കൂടാരം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ സ്വർഗസ്ഥ പിതാവ് എന്താ പറഞ്ഞേ? പോരാ ഒരെണ്ണോടി എനിക്കും കൂടി ഉണ്ടാക്കാനാണോ പറഞ്ഞേ? സ്വർഗസ്ഥ പിതാവ് എന്താ പറഞ്ഞേ? 3 കൂടാരം ഉണ്ടാക്കാനാണോ പറഞ്ഞേ? പകരം 1 പറഞ്ഞു, ഇവൻ ക്രിസ്തു എന്റെ പ്രിയ പുത്രൻ, നിങ്ങൾ ഇവന് ചെവി കൊടുപ്പിൻ.
അപ്പൊ നമ്മളിനി ആർക്കാ ചെവി കൊടുക്കണ്ടേ? ന്യായപ്രമാണത്തിനാണോ, പ്രവാചകന്മാർക്കാണോ, ക്രിസ്തുവിനാണോ? നിങ്ങൾ പറഞ്ഞോ ആർക്ക് ചെവി കൊടുക്കണം? ഈ ഒരു മേജർ ഷിഫ്റ്റിന് നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ ഒരു പരാജയമായി തീരും. When Peter, John and James said that let us build a tabernacle for the three, God the Father did not ask them to build it, but he said that Jesus Christ is my beloved and he has something to speak to you, therefore you incline your ear unto him. इसलिए जब पतरस, याकूब और यूहन्ना ने कहा कि हम 3 मंडपों को बनाएंगे, मूसा, एलिया और यीशु के लिए, तो क्या पिता परमेश्वर ने कहा नहीं नहीं एक और मेरे लिए भी बनाओ या 3 बनाओ, ऐसे कहा नहीं। परमेश्वर पिता ने क्या कहा कि ये मेरा प्रिय पुत्र है जो कि यीशु, इसकी सुनो। तो हमें किसकी बात सुननी चाहिए, आप ही बताओ। ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ന്യായപ്രമാണം നമ്മളോട് സംസാരിക്കുന്ന അക്ഷരത്തിലൂടെയാണ്. പ്രവാചകന്മാർ നമ്മളോട് സംസാരിക്കുന്ന അക്ഷരത്തിലൂടെയാണ്. എന്നാൽ ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് ആത്മാവിലൂടെയാണ്. Both law and prophets speak to us through letters, but Jesus Christ speaks to us through the Spirit. भविष्यद्वक्ता और व्यवस्था दोनों हमसे बातचीत करते हैं वचनों से, शब्दों से। यीशु मसीह हमसे बातचीत करता है आत्मा से। ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി അക്ഷരത്തിൽ നിന്ന് നമ്മൾ ആത്മാവിലേക്ക് മാറണം. കാരണം സകല അക്ഷരങ്ങളും നമ്മൾ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ക്രിസ്തുവോ ആത്മാവാകുന്ന തന്റെ പിതാവിങ്കിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുകയാണ്. Knowing this truth, we should get exchanged from this law to the Spirit, because Jesus Christ always shows us towards the Spirit and the God the Father. इस बात को समझते हुए हमें समझना है कि जबकि व्यवस्था और भविष्यवाणी ने यीशु मसीह की ओर उंगली किया, यीशु मसीह उंगली करता है पिता की ओर जो कि आत्मा है। ഹല്ലേലൂയ. ഈ ഒരു തലം നമ്മൾ മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. ഈ ഒരു മേജർ ഷിഫ്റ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. കാരണം ദൈവവചനം പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. And unless and until we are willing to receive this exchange, we will fail, because the word of God says that if you don't abide by the Spirit, we will fail. यदि हम इस बात को नहीं समझेंगे तो हम असफल होंगे, क्योंकि वचन में लिखा है जो शरीर के अनुसार चलता है वो निश्चय मरेगा। ഇതുകൊണ്ടാണ് കൊളോസ്യൻ 3:1-2 ഭാഗങ്ങൾ ഒരു മേജർ ഷിഫ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഷിഫ്റ്റ് നിങ്ങൾക്ക് അറിയാമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്തി. ആ ഷിഫ്റ്റ്, മേജർ ഷിഫ്റ്റ്. അറിയില്ല ശ്രദ്ധിക്കുക. അവിടെ പറയുന്ന ഷിഫ്റ്റ് ഇതാണ്: നിങ്ങൾ യേശുക്രിസ്തുവോടുകൂടെ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഷിഫ്റ്റ് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. ഈ മേജർ ഷിഫ്റ്റിനോട് കാണിക്കുന്ന അനുസരണക്കേടാണ് നമ്മളുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം. വായിച്ച് ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ച്. 1 second. Say whenever you read, just say what I said, then read. Okay. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. The book of Colossians chapter 3, from verse 1 to 2, you can see a major shift. And what is this major shift? That if you have risen with Jesus Christ, you should never seek the things on the earth, but you should always seek the things in the above. And when you don't do this, you become a failure. इसीलिए ही कुलूसियों 3 के 1 और 2 में हम पाते हैं, वहां पर लिखा है कि तुम यदि मसीह यीशु के साथ हो तो पृथ्वी की बातें नहीं बल्कि ऊपर की बातें, स्वर्ग की बातों पर सोचो, मन लगाओ। ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം പ്രവാചകന്മാരും അല്ല, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അവരെ അപ്രത്യക്ഷമായി അവർ പോയി. ഇനി ക്രിസ്തു തന്റെ ആത്മാവിൽ നമ്മളോട് സംസാരിക്കും. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്തു 7 സഭകളുടെ ഇടയിൽ നടന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആത്മാവ് സഭകളോട് സംസാരിക്കണം, എന്തെന്ന് ചെവിയുള്ളവൻ
കേൾക്കട്ടെ, ആ മേജർ ഷിഫ്റ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നു? നമ്മളോട് തന്നെ ചോദിക്കുക. The time of the prophets and the law is over. Now Jesus Christ tells us that this is the time that we should listen from the Spirit and we should walk by receiving things from the Spirit. And do we do so? व्यवस्था और भविष्यद्वक्ताओं का समय हो चुका है, इसलिए ही लिखा है कि मसीह जो 7 कलीसियाओं के बीच में चलते हुए वो कहता है, जिसके कान है वे सुने कि आत्मा कलीसिया से क्या कहता है. ये बड़ा शिफ्ट बदलाव जो हुआ है, क्या हमें मालूम है उसके बारे में? ഇതാണ് ഇവിടെ 2 സ്ത്രീകൾ, ഒന്ന് ഇതാ ആയ, മറ്റത് അമ്മ. ആയ കുഞ്ഞിനെ ഇതാ അമ്മയുടെ അടുക്കിലേക്ക് കൊടുത്തു. ന്യായപ്രമാണം നമ്മളെ ഇതുവരെ സൂക്ഷിച്ച്, ബേബി സിറ്റിംഗ് ഇതുവരെ സൂക്ഷിച്ച് നമ്മളെ ഇതാ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് പോകേണ്ടത്, ആയയുടെ പിന്നാലെയല്ല, ന്യായപ്രമാണത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. ഈ ഒരു ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ കാരണം ന്യായപ്രമാണം അക്ഷരമാണ്, ക്രിസ്തു ആത്മാവാണ്. You can see a shift in the picture where the babysitter exchanges the child to the hand of the mother, and here the babysitter is the law, and law preserved us and law exchanged us to the hand of Jesus Christ, and now we are in the hand of Jesus Christ. इसलिए जिस तरह हमने चित्र में देखा था, बच्चा आया के हाथ से माँ के हाथ में गया है, तो उस बच्चे को आगे भी माँ के पीछे जाना है, आया के पीछे नहीं जाना है. इसी प्रकार हम मसीह के पास आ गए हैं, व्यवस्था के पास से, इसलिए मसीह के पीछे हमें चलना है. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ 2 സ്ത്രീകളെ വീണ്ടും കാണാം. ദൈവത്തിന്റെ വചനം ഇതെല്ലാം പഴയ ഉടമ്പടിയിലെ എക്സാമ്പിൾസുകളാണ്, നിഴലുകളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നവരെ. കാരണം അവർ റെഡിയല്ല, ജനം റെഡിയല്ല. ഞാൻ ചിന്തിക്കുന്നു ഗലാത്യർ 4:21 ചിന്തിക്കുന്നു, വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കാൻ വേണ്ടി കടിപിടി കൂടുന്നവരെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഇതാ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ 2 സ്ത്രീകളെ, അബ്രഹത്തിന് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു ഭാര്യമാരായിട്ട്, ഒന്ന് സ്വതന്ത്ര, ഒന്ന് ദാസി. ഈ 2 സ്ത്രീകളും 2 നിയമങ്ങളാണ് എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചത് ഓർക്കുന്നുണ്ടോ? Abraham had 2 wives. One was a bondwoman, another was a free woman, which we came to know on previous Sunday. Do you remember that? तो अभी इस स्क्रीन में वापस हम 2 स्त्रियों को देख रहे हैं. हमने पिछले हफ्ते में सुना था कि ये दोनों स्त्रियां इब्राहिम की जो पत्नियां थी, एक थी जो गुलामी की दासी थी, दूसरी थी जो स्वतंत्र थी. दोनों भी 2 व्यवस्थाओं को दर्शाती है. ഹല്ലേലൂയ. 2 സ്ത്രീക്കും മക്കളുണ്ട്. ഹല്ലേലൂയ. 2 ഇതാ ദാസിക്കും മകനുണ്ട്, സാറ സ്വതന്ത്രയ്ക്കും മകനുണ്ട്. ഈ യാത്രയില് ദാസിയുടെ മകൻ അബ്രഹാമിന്റെ സീഡ്, ജഡീക സീഡ്, ബീജം മൂലം ഉണ്ടായതാണ്. എന്നാൽ അതാണ് നിങ്ങൾ ഈ കാണുന്ന ഇശ്മായേൽ. അതേസമയം ഇതാ സാറയ്ക്കും മകനുണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്ത നിമിത്തം ഉണ്ടായതാണ്. അതാണ് ഐസക്, ഇസ്ഹാക്ക്. Both the bondwoman and the free woman had 2 sons. The son that was born of the bondwoman, that was born of the seed of Abraham, and it was born of the flesh, whereas that son's name is Ishmael, and the son that was born of Sarah, the free woman, was born of the promise, and his name is Isaac. दोनों भी स्त्री के बच्चे हुए, दासी और स्वतंत्र स्त्री के. दासी का जो पुत्र हुआ वो इब्राहिम के शारीरिक बीज से उत्पन्न हुआ है, जो कि इश्माइल है. और स्वतंत्र स्त्री को जो पुत्र जन्मा वो वादा के इस हिसाब से या वचन से जन्मा है, जो है इसहाक. ഈ 2 സ്ത്രീകളും 2 നിയമങ്ങളാണ്. ഒന്ന് സീനായി മലയിൽ നിന്ന് ലഭിച്ച 10 കൽപ്പനകളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും. എന്നാൽ മറ്റൊന്ന് ആത്മാവിന്റെ നിയമം, യേശു ക്രിസ്തുവിലുള്ള ആ നിയമത്തെയാണ് കാണിക്കുന്നത്. These 2 women represent 2 covenants. The bondwoman represents the law which was given to Moses by God in the Mount of Sinai, and Sarah represents the promise
and that was given by God. दोनों भी स्त्रियां दो वाचाओं को दर्शाती है। जो दासी है वो है परमेश्वर ने सीनाई पर्वत पर दी हुई 10 आज्ञाएं, और दूसरे जो आज्ञाएं हैं वो, और सारा जो है परमेश्वर का वादा या नए नियम प्रभु यीशु मसीह के द्वारा जो दिया गया है वो दिखाती है। 4:21 വായിച്ച് താഴേക്ക്. ന്യായപ്രമാണത്തിൻ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ, ശ്രദ്ധിച്ച്, ഈ സ്ത്രീയുടെ കൂടെ ഇരുപ്പാൻ, ന്യായപ്രമാണത്തിന് ദാസിയുടെ കൂടെ ഇരുപ്പാൻ ഇച്ഛിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിന് കീഴിലിരുപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇതല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോ ഇത് നിങ്ങൾ അനുസരിച്ചാൽ രക്ഷപ്പെട്ടു. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്കും ഇന്ന് നമ്മുടെ ഉള്ളിൽ 2 മനുഷ്യരുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ആദ്യം ജനിച്ചവൻ ജഡപ്രകാരം, പിന്നെ രണ്ടാമത് ജനിച്ചവൻ ആത്മപ്രകാരം. നമ്മുടെ ഉള്ളിലും ഇന്ന് 2 മനുഷ്യരുണ്ട്. ഒന്ന് ആദ്യം ജനിച്ചവൻ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ ജഡപ്രകാരം. രണ്ടാമത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ജനിച്ചത് ആത്മപ്രകാരം. ഇത് അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലും നമുക്കും ഇന്ന് 2 മനുഷ്യരുണ്ട്. താഴേക്ക്. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുത്തൻ സ്ത്രീയിൽ നിന്ന് ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും, ദാസിയുടെ മകൻ അബ്രഹാമിന്റെ ലോയൻസിലുള്ള ആ ജഡപ്രകാരം, ആ ബീജപ്രകാരവും, സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചു. സ്വതന്ത്രയുടെ മകൻ ദൈവവചനത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിഴലുകളാണ്, 2 ദൃഷ്ടാന്തങ്ങളാണ്. ഒന്നിനെ ഉപേക്ഷിക്കേണ്ടതും ഒന്നിനെ കൂടെ നിർത്തി വളർത്തിയെടുക്കേണ്ടതുമാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പരാജയമായി തീരും. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ ഒരു മേജർ ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതില്ലാത്തതാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ വ്യക്തികളുടെ വലിയൊരു പരാജയത്തിന് കാരണം. ഇതാ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ ഒരു തിരിച്ചറിവുണ്ടായി ഒന്നിനെ കളയണം, ഒന്നിനെ നിർത്തണം. ഹല്ലേലൂയ. ഈ ഒരു യാത്രയില് പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവം ഈ ഭാവിയിൽ ആത്മമണ്ഡലത്തിൽ നടക്കേണ്ട ഈ കാര്യം മുൻ കണ്ടുകൊണ്ട് ഇതാ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ആ ചിന്തിച്ചത് വാക്കിയെടുത്ത് വായിച്ചില്ലെന്നേ ഉള്ളൂ, ചിന്തിക്കാനായിട്ട് ഇടയായി. ഈ ദാസിയുടെ മകൻ ഒരു പരിഹാസിയ. ബൈബിൾ എഴുതിയിരിക്കുന്നു അവൻ പരിഹാസിയ. നമ്മളുടെ പഴയ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അവൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനാണ്. ഈ പരിഹാസിയായ ദാസിയുടെ മകൻ ജഡത്താൽ ജനിച്ചവൻ ഐസക്കിനെ എപ്പോഴും ഉപദ്രവിക്കും. അന്ന് ജഡത്താൽ ജനിച്ചവൻ ആത്മാവാൽ ജനിച്ചവനെ ഉപദ്രവിക്കുന്നത് പോലെ ഇന്നും കാണുന്നു. ബൈബിൾ എഴുതിയിരിക്കുക. ഇതേപോലെ നമ്മളുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ പുതിയവനെ ഉപദ്രവിക്കും. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ മറ്റുള്ളവർക്കൊന്നും കിട്ടൂല. ഗോ ഹെഡ്. Abraham had 2 wives and Abraham had 2 children. One was born of the bondwoman, that was born of the flesh of Abraham. Another was born of Sarah, and that son was born of the promise of God. Likewise, we also have 2 children in us. That is a child that was born of the flesh, that is born of our parents, and another child that is born after receiving Jesus Christ. And there occurs a battle between the child of flesh and the child of promise in us. And the child of flesh is called a mocker, and there is always an enmity in us between the child of the flesh and the child of the spirit. तो यहाँ पर जो हमने पढ़ा है गलातियों 3 के 4 के 21-22 में
कि इब्राहिम की 2 स्त्रियां या पत्नियों से 2 पुत्र जन्मे, इसी प्रकार हमारे अंदर भी 2 मनुष्यत्व है। इब्राहिम का जो दासी से जन्मा हुआ इसहाक, उसको परमेश्वर ने कहा कि उसको बाहर करना है, और प्रतिज्ञा का पुत्र है उसको अपने साथ रखना है। ये समझदारी हम में होनी है। हमारे अंदर भी 2 मनुष्यत्व है, एक पुराना मनुष्यत्व और नया मनुष्यत्व। जिस प्रकार इस्माइल वो ठट्टा करने वाला था, वो इसहाक को तंग करता था, इसी प्रकार हमारे जो पुराने मनुष्यत्व के लोग हैं वो आत्मा के अनुसार चलने वालों को तंग करेंगे, और हमारे अंदर का पुराना मनुष्यत्व वो नए मनुष्यत्व का विरोध करेगा। ഇതിന്റെ നിഴലായി സാറയുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉദിച്ചു. ഈ മക്കള് തമ്മിൽ ഇതാ എപ്പോഴും ദാസിയുടെ മകൻ തൻ്റെ മകനെ പരിഹസിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇത് കണ്ടപ്പോ സാറ അബ്രഹത്തോട് പറഞ്ഞു, ദാസിയുടെ മകൻ എൻ്റെ മകനോട് കൂടെ അവകാശിയാകാൻ പാടില്ല. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഉൽപ്പത്തി പുസ്തകം 21-ാം 10-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയോടെ വായിച്ചാൽ, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ഇത് സാറയാണ് പറയുന്നത്. സാറയുടെ വാക്ക് കേട്ടപ്പോ അബ്രഹാമിന് ദേഷ്യമായി. ഇല്ലേ, നമുക്ക് പലർക്കും ദേഷ്യമല്ലേ ഇന്ന് അക്ഷരത്തിലൂടെ വചനം പഠിച്ച് വെച്ചിരിക്കുന്നവർക്ക് ഷാജി ജോസഫ് ഇതാ പഴയ മനുഷ്യനെ ഒഴിവാക്കൂ, ഇനിയും ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ ആത്മാവിന്റെ കീഴിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അബ്രഹാമിന് ഇതുപോലെ ദേഷ്യം വന്നു. താഴേക്ക്, തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. അത് ശരിയല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തന്റെ മകൻ നിമിത്തം, കാരണം എന്റെ മക്കളിൽ ഒരാളെ പുറത്താക്കി കളയാൻ പറയാൻ നീ ആരടിയെന്നായിരിക്കും ഒരു പക്ഷേ അബ്രഹാമിന്റെ ഉള്ളിലെ ചോദ്യം, അല്ലേ? അബ്രഹാമിന് അത് ഇഷ്ടമായില്ല, അനിഷ്ടമായി. When Sarah asked Abraham to cast out the son that was born of the flesh, Abraham got angry because Abraham was not willing to cast out his son who was born of his seed. और हम देखते हैं उत्पत्ति 21:10 में सारा कहती है अब्राहम से कि तू इस दासी को अपने पुत्र के साथ बाहर कर दे, क्योंकि इस दासी का पुत्र मेरे पुत्र के साथ भागी नहीं होगा। इस बात इब्राहिम को अच्छा नहीं लगा, उसको बुरा लगा, क्योंकि वो पुत्र भी उसके अंदर उसका ही पुत्र है। इसी प्रकार जब कई बार पासबान जब कहते हैं, शाजी जोसेफ जी कहते हैं कि तुम्हारे पुराने मनुष्यत्व को बाहर करो, पुराने वाचा के अनुसार नहीं चलना है, हमको शायद बुरा लग सकता है। ഹല്ലേലൂയ. ഉടനെ അവിടെ ദൈവം ഇടപെട്ടു. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് കാണാം. ദൈവം ഇടപെട്ടിട്ട് അബ്രഹാത്തോട് പറഞ്ഞു, ഈ കാര്യം സാറ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ മുഷിയേണ്ട ആവശ്യമില്ല. അവള് പറഞ്ഞതുപോലെ ദാസിയെയും പൈതലിനെയും പുറത്താക്കിക്കള. കാരണം അവന് അല്ല നിത്യാവകാശി, അവന് താൽക്കാലിക ഫുഡേ ഉള്ളൂ. അവൻ നിത്യാവകാശിയല്ല, വാഗ്ദത്താൽ ജനിച്ചവനാണ് നിത്യ അവകാശി. താഴേക്ക് വായിച്ച ഭാഗം. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇസഹാക്കിൽ നിന്നുള്ളവരാണ് സാക്ഷാൽ സന്തതി. അതാണ് ദൈവവചന വാഗ്ദത്തത്തിലൂടെ ലഭിച്ചത്. മറ്റത് മനുഷ്യന്റെ ജഡത്തിലൂടെ ജനിച്ച, ജഡത്താൽ ജനിച്ച ജഡമാണ് ഈ കാണുന്നത്. ജഡത്തിന് താൽക്കാലിക ഭക്ഷണം മാത്രമേ ഉള്ളൂ, അവകാശമില്ല. എന്നാൽ വാഗ്ദത്താൽ ജനിച്ചവന് അവകാശമുണ്ട്, താൽക്കാലിക ഭക്ഷണമുണ്ട്. God the Father said to Abraham, and he intervened in that matter, and he asked Abraham to cast out as per the word of Sarah, and he said that the son that is born of the Hagar is not actually is not the partaker of the heir with the son that is born of the promise. Hence God the Father asked Abraham to cast out Hagar and his child.
फिर हम देखते हैं उत्पत्ति 21 के 12 में परमेश्वर अब्राहम से कहता है, सारा ने जो कहा उस बात से तू बुरा मत मान, उसने जो कहा वैसे ही कर, क्योंकि तेरा जो वंश है वो इश्माइल से नहीं होगा, दासी के पुत्र से नहीं होगा, तेरा वंश जो है वो प्रतिज्ञा के पुत्र इसहाक से होगा, इसीलिए तो उसे बाहर कर दे. ഹല്ലേലൂയ. ദൈവം രണ്ടുപേരെയും കാക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നല്ലൊരു പിതാവാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണ്. പക്ഷേ ദുഷ്ടന്മാർക്ക് അടുത്ത ഫേസിൽ ഓഹരി ഇല്ല, നല്ലവർക്ക് മാത്രമേ ഓഹരി ഉള്ളൂ. God is a good father to both the people who are born of the flesh as well as people who are born of the spirit. But people who are born of the flesh cannot have heir with the people who are born of the spirit. परमेश्वर भला पिता होने के नाते वो सभी को देता है, उनकी जरूरतें हैं पूरा करता है. हम पढ़ते हैं वचन में, तुम्हारा पिता परमेश्वर सद्गुण से भरा हुआ है, भलों पर बुरों पर दोनों पर अपनी बारिश को बरसाता है और उन्हें खिलाता पिलाता है, लेकिन अंत में उन्हें अगले वाली जिंदगी में उन्हें भाग नहीं मिलेगा. പ്രിയ സഹോദരങ്ങളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞ് നിങ്ങളെ സഹായിക്കാം. ദൈവവചനം എഫേസ്യർ 4:22, 23, 24 നമ്മളോട് സഭയോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഒരാളെ ഉപേക്ഷിക്കണം. ആരാണ്? നിങ്ങളുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇവിടെ ദൈവം അബ്രഹത്തോട് പറഞ്ഞു, നീ ഹാഗറിനെയും ഇസ്മായിലിനെയും ഉപേക്ഷിക്കുക. അതൊരു നിഴലാണ് എന്തിൻ്റെ? നമ്മളുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, എന്നിട്ട് പുതിയ മനുഷ്യനെ സ്വീകരിക്കണം, ധരിക്കണം എന്നതിൻ്റെ നിഴലാണ് നമ്മൾ അബ്രഹാത്തിന്റെ ജീവിതത്തിൽ കണ്ടത്. The book of Galatians chapter 4 verse 24, 23, 22 you can see that the old man in us should be abandoned by us and we should receive the new man. And what God the Father asked Abraham to cast out the son that is born of the seed is actually a shadow of what we see in the book of Galatians chapter 4. एक और उदाहरण देना चाहता हूँ इन बातों को समझाने के लिए. इफिसियों 4 उसके 22, 23, 24 में परमेश्वर हमसे कहता है, तुम अपनी पुरानी मनुष्यत्व को उतार दो और नई मनुष्यत्व को जो मसीह में है उसे पहन लो. എഫേസ്യർ 4:22, 23, 24 നാം അത് അനുസരിക്കാൻ വിസമ്മതിക്കരുത്. അബ്രഹത്തിന് 2 മക്കൾ, നമുക്ക് നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിച്ചവർക്ക് 2 മനുഷ്യർ. എബ്രഹാം ആദ്യം ജനിച്ച ഇസ്മായിലിനെയും ഹാഗറിനെയും ഇതാ ഇസ്മായിലിന്റെ അമ്മയായ ഹാഗറിനെയും ഉപേക്ഷിക്കണം. നമ്മൾ ഇതാ ആ ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ നമ്മൾ അവനെ ഉപേക്ഷിക്കണം, എന്നിട്ട് പുതിയവനെ ധരിക്കണം. പുതിയവനാണ് വാഗ്ദത്തത്തിന് അവകാശി, പഴയവൻ അല്ല. There are two children in us, the old man and the new man. We should abandon the old man and we must receive the new man. Likewise, we can also see in the life of Abraham that Abraham had 2 children. One was born of his seed of Hagar, another was born of the promise of his wife Sarah. And as Abraham cast out the son and the son which was born of Hagar, we should also abandon the old man and receive the new man. जिस प्रकार अब्राहम को बोला गया था कि दासी हाजिरा और उसके पुत्र को इश्माइल को बाहर करना है और उसके प्रतिज्ञा के पुत्र सारा जो सारा से हुआ है इसहाक को अपने पास में रखना है, इसी प्रकार हमें भी हमारे पुराने मनुष्यत्व जो भरमाने वाले अभिलाषाओं से भ्रष्ट हो जाता है उसे बाहर करना है. ശ്രദ്ധിച്ചേ, ഒരു കാര്യം പറയാം, എക്സ്പ്ലനേഷൻ ദൈവം അടുത്ത ആഴ്ച സിമ്പിളായിട്ട്, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ
നിങ്ങൾ നമ്മളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന വെഹിക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് നോക്കിയാൽ മതി, വാഹനങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. ആ വാഹനങ്ങളെ നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിലും ദൈവം നമ്മളിൽ നടക്കുന്ന ഈ യാഥാർത്ഥ്യം വാഹനങ്ങളിൽ ദൈവം ഓൾറെഡി നിയമിച്ചാക്കിയിരിക്കുന്നു ആ മെസ്സേജ്. What is happening right now in our life is very visible in vehicles right now. एक और उदाहरण वो मैं अब समझाना चाहता हूँ. परमेश्वर ने हमारे आगे दिया है कि हमारे अंदर जो परिवर्तन हो रहा है उसे बताने के लिए हमारे आगे गाड़ियों की इंडस्ट्री को अगर देखें तो हमें समझ आएगा. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ 2 ടൈപ്പ് വാഹനങ്ങളെ കാണാം. ഒന്ന് IC എഞ്ചിൻ എന്ന് പറയുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ ആ മെത്തേഡിൽ പ്രവർത്തിക്കുന്ന ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന വണ്ടിയെ കാണാം. അപ്പോൾ തന്നെ EV എന്നറിയപ്പെടുന്ന ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ ബാറ്ററി സെറ്റപ്പുള്ള വണ്ടിയെയും കാണാം. രണ്ടും കാറാണ്, പക്ഷേ രണ്ടും ഉപയോഗിക്കുന്നത് വേറെ വേറെ രീതികളാണ്, വേറെ എഞ്ചിനുകളാണ്. In the picture you can see 2 vehicles. One is functioned by the internal combustion engine, which is run of petrol and diesel, and another is EVI, the EV that is run by electricity. स्क्रीन पे जो हम देख रहे हैं 2 गाड़ियां हैं. एक है जो IC जो इंटरनल कंबशन से चलता है, पेट्रोल डीजल से चलता है, और दूसरी गाड़ी है जो EV है, इलेक्ट्रिक व्हीकल जो इलेक्ट्रिसिटी से चलता है, उसमें मोटर और बैटरी है. ഹല്ലേലൂയ. എന്നാൽ ഇതിൽ രണ്ടും പെടാത്ത വേറൊരു വെഹിക്കിൾ ഇപ്പോൾ കാണുന്നു. ആ വെഹിക്കിളാണ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന, ഇതാ ഹൈബ്രിഡ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന വെഹിക്കിൾ. അതിന് ഇതാ IC എഞ്ചിനുമുണ്ട്, അപ്പോൾ തന്നെ EV സെറ്റപ്പും ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ചുള്ള ഹൈബ്രിഡ് വെഹിക്കിളെ നമുക്ക് ഇപ്പോൾ റോട്ടിൽ കാണാം. Same time we can also see a hybrid engine car where in which both the combustion engine and the EV system you can see in that hybrid car. और एक तीसरी तरह की गाड़ी है जो कि IC इंजन और जो इलेक्ट्रिक व्हीकल दोनों की इस्तेमाल टेक्निक को इस्तेमाल कर चलती है. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ റോഡുകളിൽ ഏകദേശം 30% അറൗണ്ട് വണ്ടികളും EVയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയും ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഈ പഴയവന്മാരൊന്നും കാണത്തില്ല എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. അനുദിനം പഴയവനെ മാറ്റി പുതിയവൻ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 30% വണ്ടികൾ IC എഞ്ചിനുകൾ മാറി ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വണ്ടികളായി മാറിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. You should realize that around 30% of the vehicles have been converted into electricity now. हमारे देश में आज के हिसाब से 30% गाड़ियां इलेक्ट्रिसिटी पर चलती है, और वो कहते हैं कि 10 साल में सारी गाड़ियां इलेक्ट्रिक व्हीकल ही होंगे और पुराने को हटाकर नए की ओर बढ़ रहे हैं. ഹലോ, ഇത് നിങ്ങൾ ഈ ആഴ്ച മുഴുവൻ ചിന്തിക്കുക. ഈ 3 ടൈപ്പ് വണ്ടികളുള്ളതുപോലെ ഇന്ന് ലോകത്തിൽ 3 ടൈപ്പ് മനുഷ്യരുണ്ട്. ഒന്ന് പഴയ മനുഷ്യൻ, അവൻ IC എഞ്ചിൻ കൊണ്ട് ഓടുന്ന വണ്ടി പോലെയാണ്, ഡീസൽ പെട്രോൾ. പിന്നെ ഒന്ന് വീണ്ടും ജനിച്ചവൻ, അവൻ ഹൈബ്രിഡ് വണ്ടി പോലെയാണ്. അവൻ്റെ ഉള്ളിൽ പഴയവനും ഉണ്ട്, പുതിയവനും ഉണ്ട്. പിന്നെ ഒന്ന് സാക്ഷാൽ യേശുവിന്റെ തലമുറക്കാരായി പഴയവനെ പെട്രോൾ IC എഞ്ചിനെ തള്ളി പുതിയ EVയിൽ ഓടുന്ന, ഉയരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന, സോളാർ പവർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്ത് ഭൂമിയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉയരത്തിൽ നിന്ന് ഭൂമിയിൽ ഓടുന്ന വേറൊരെനം ആത്മാവാൽ നയിക്കപ്പെടുന്നവർ, ദൈവത്തിന്റെ മക്കൾ. ഇതിലേതാ കുഞ്ഞ് നീയെ? ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ നീ ഇന്നും ഹൈബ്രിഡായി ഓടി 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 നീ ഇവിടെ തീരും. എന്നാൽ നീ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? നീ നിത്യം ജീവിക്കും.
As you can see, three kinds of cars on the road. There are three kinds of people we can see in this world. One is the old man, just like the combustion engine. Another is a born-again child of Jesus Christ who has got both the combustion engine as well as the electricity engine. The hybrid engine. But you can also see a child that always receives power from above but does not seek anything from below, which is always just like the car that receives solar energy from above and does not have anything to do with the earth. आइए इस हफ्ते में हम इस उदाहरण के बारे में सोचेंगे। जिस तरह से हमने 3 गाड़ियों के बारे में सुना जो आज रोड पर चलती है, इसी प्रकार आत्मिक क्षेत्र में भी 3 प्रकार के लोग हैं। एक हैं जो अक्षर के अनुसार पुराने मनुष्यत्व में जीते हैं, दूसरे हैं जो हाइब्रिड है जिसके अंदर पुरानी मनुष्यत्व भी है और नई मनुष्यत्व भी है, और तीसरी है जो ऊपर से आत्मा के सामर्थ्य से वो इस संसार में चलते हैं। जिस प्रकार ईवी गाड़ी सोलर पावर से वो चलती है, इस धरती की कोई भी ईंधन से नहीं चलती, इसी प्रकार हमें भी होना है। यदि हम हाइब्रिड होकर जीना चाहेंगे तो हमारा अंत इस दुनिया में होगा। ഈ ആഴ്ച മുഴുവൻ ഇതിനെ ധ്യാനിച്ചു വരിക. അടുത്ത ആഴ്ച നമുക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മെത്തേഡിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. നേരത്തെ നിർത്തുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ചില സഹോദരങ്ങൾക്ക് 1:15 വണ്ടി പോകുന്നത് കൊണ്ട് 1 മണിക്ക് തന്നെ മീറ്റിംഗ് നിർത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് 11:30 എല്ലാം കട്ട് ചെയ്ത് മെസ്സേജിലേക്ക് സമയം കൊടുത്തത്. ഇത് ഈ ആഴ്ച നിങ്ങൾ ധ്യാനിക്കുക, ധ്യാനിച്ചിട്ട് കടന്നു വരിക. തുടർന്നും ദൈവം ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പഴയ മനുഷ്യൻ്റെ ആ പ്രവർത്തന രീതി എങ്ങനെ, പുതിയ ദൈവപുത്രൻ്റെ പ്രവർത്തന രീതി എങ്ങനെ, യേശു ക്രിസ്തു എന്തുകൊണ്ട് പറഞ്ഞു ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് നീ കൊണ്ട് പഴയ തുരുത്തിയിൽ വെക്കരുത്, എന്തുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഭാവിയിൽ മനസ്സിലാക്കാം. ദൈവം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ജീവിതത്തിൻ്റെ റിസൾട്ടിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരുവാനിടയാകും. നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. Father, we thank you, we give you glory. തിരുവചനത്തിലെ എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം കേട്ട വചനത്തിൽ ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരും ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പാ അങ്ങ് ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തന്നതിനെ സ്വീകരിച്ചാട്ടെ, ദൈവം തരുന്നതിനെ സ്വീകരിച്ചാട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം എന്തെന്ന് ദൈവം കാണിച്ചു തരികയാണ്. പഴയതിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലായ്മ, അബ്രഹത്തെ പോലെ. പഴയതിനെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അകത്ത് മുഷിയുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമാണ്. ഈ പരിജ്ഞാനം അറിയാത്തത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമാണ്. ദൈവത്തോട് എൻ്റെ മകനെ മകളെ ദൈവസന്നിധിയിൽ ഒന്ന് താഴുമോ? ഈ കാലം അത്രയും എനിക്കെന്താ ദൈവം ഇത് തരാഞ്ഞേ? എന്നാൽ ദൈവം ഇത് തന്നിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? യേശു കർത്താവ് ഇങ്ങനെ അപ്പയെ നോക്കി പറഞ്ഞു, അപ്പാ ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു. എൻ്റെ കാരണം നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനാ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുക. ജീവിതത്തിൽ കൊമ്പെടുക്കാതെ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുക. അപ്പൊ കാണട്ടെ, ദൈവവചനം പറയുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം അധികം കൃപ കൊടുക്കുന്നു. എൻ്റെ മോനെ, എൻ്റെ മോളെ, നിന്റെ ഹൃദയത്തെ ദൈവം കാണുകയാ.
താഴ്ചയുള്ള ഒരു താഴ്വരയിലേക്ക് പർവ്വതത്തിൽ പെയ്യുന്ന വെള്ളം ഒഴുകി വരുന്നത് പോലെ താഴ്മയുള്ള ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകി വരും. നമുക്കിനി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ട, ദൈവത്തിന്റെ മുമ്പിൽ രഹസ്യത്തിലുള്ള ജീവിതം ജീവിക്കാൻ, അതുവഴി ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മിലേക്ക് പടർന്നു കയറുവാൻ, നമ്മളെ കാണുന്നവൻ ക്രിസ്തുവെ കാണുവാൻ, ക്രിസ്തുവെ കാണുന്നവൻ പിതാവിനെ കാണുന്നത് പോലെ നമ്മളിൽ സ്വർഗീയ പിതാവ് വെളിപ്പെടുവാൻ, നാം ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ എന്ന വചനം നമ്മളിലൂടെ നിവർത്തീകരിക്കപ്പെടുവാൻ, നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന വചനം നമ്മളിലൂടെ നിവർത്തീകരിക്കപ്പെടുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കുവാൻ നമുക്ക് ക്രിസ്തുവിന് ചെവി കൊടുക്കാം. അതല്ലോ പിതാവ് നമ്മളോട് കൽപ്പിച്ചത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി, വചനങ്ങൾക്കായി നന്ദി. ഒരർഹതയും അപ്പ ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഏതുമില്ല അപ്പ, കഴിവില്ല. ഈ ലോകപ്രകാരമുള്ള PhD ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് അങ്ങാണപ്പ. അങ്ങ് ക്രിസ്തുവിൽ ഞങ്ങളുടെ അപ്പയാ ഞങ്ങൾക്കുള്ളേ. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട് അപ്പ. ഈ വചനങ്ങൾ ആഴത്തിൽ വളരുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കഴിവ് അങ്ങാ. ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഏവരെയും ഇപ്പോഴും ശബ്ദ കാഴ്ച പരിധിയിൽ എപ്പോഴും ഈ ശബ്ദം, ഈ സന്ദേശം ശ്രവിക്കുന്ന മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ക്രിസ്തുവിന്റെ അപാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവാൽ പിടിക്കപ്പെട്ട് ആത്മാവിൽ വളർന്ന് ആ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കളുടെ സകല ആവശ്യങ്ങളുടെ മേലും, ആത്മീയ ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളും ശാരീരിക സാമൂഹിക കുടുംബ ആവശ്യങ്ങളുടെ എല്ലാം പേരും അപ്പാ അങ്ങയുടെ കരം കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണേ അപ്പാ. സാമ്പത്തിക ആവശ്യത്തിലായിരിക്കുന്നവരെ അങ്ങ് പരിഹാരം കൊടുക്കണേ പിതാവേ. ഇത് അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കൾക്കെല്ലാമായി സ്തോത്രം. അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരെല്ലാം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നാളെ മുതൽ റിട്രീറ്റ്, ജൂലൈ 2024 റിട്രീറ്റ് ആരംഭിക്കുകയാണ്. നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്ന, എഞ്ചിനീയറാണോ ഡോക്ടറാണോ കുഴപ്പമില്ല, അതൊക്കെ ഇവിടം കൊണ്ട് തീരും. എന്നാൽ മനുഷ്യരെ പിടിക്കുന്ന യേശു ചെയ്ത അതേ പ്രൊഫഷനിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഇതാ സെമിത്തേരിക്ക് അപ്പുറം നിലനിർത്താൻ കഴിയുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറഞ്ഞ വ്യക്തിത്വങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങൾ ദൂരെയാണെന്നോ, മൈലുകൾക്കപ്പുറം, കടലിനപ്പുറം, ഇതാ കയ്യിൽ ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ട്. അതിലൂടെ അനേകരെ ഇതാ ഇങ്ങോട്ടേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചില ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥാനങ്ങളിൽ സ്വർഗത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാ നിങ്ങളൊരു സ്ട്രാറ്റജിക് പൊസിഷനിലാണ്. ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളിലൂടെ എന്തൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യുക. അങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. അങ്ങനെ അവസാനം വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം അതിശ്രേഷ്ഠമായി പ്രാപിപ്പാൻ നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ റിട്രീറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്.